ആൽബിസ് സെലസ്റ്റിൻ ആട്ടക്കഥ പരിപൂർണമായി ലുസൈൽ സ്റ്റേഡിയം സാക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു. നീണ്ട 36 വർഷം പേറി നടന്ന പാപഭാരങ്ങൾ ഖത്തറിന്റെ മണ്ണിൽ അയാൾ ഇറക്കി വെച്ചിരിക്കുന്നു. കാൽപ്പനിക ഭൂമിയിലെ സുന്ദരയാമങ്ങളിൽ നീറുന്ന യാതനകൾക്കപ്പുറം ആൽബിസ് സെലസ്റ്റിൻ ജനത ഇന്ന് സന്തോഷിക്കുകയാണ്. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒടുക്കം അയാളേറെ ആഗ്രഹിച്ചത് ഇന്നിവിടെ ലുസൈൽ സ്റ്റേഡിയത്തിൽ സാഫല്യമായിരിക്കുന്നു. റഷ്യയും ബ്രസീലും ആഫ്രിക്കയും എല്ലാം മുഖം തിരിച്ചെടുത്ത് ഖത്തറിന്റെ മണലാരുണ്യം അവർക്കായി പുഞ്ചിരി തൂകിയിരിക്കുന്നു. കാലവും ചരിത്രവും മാറി മാറി പരീക്ഷിച്ചപ്പോഴും കുത്തുവാക്കുഴൽ ഉള്ളേറെ വേദനിപ്പിച്ചപ്പോഴും അയാൾ ആ ജനതയ്ക്ക് നൽകിയ വിശ്വാസം, ഉറപ്പ് ഇന്നിവിടെ നിറവേറ്റിയിരിക്കുന്നു. ചാമ്പ്യന്മാരെ കീഴടക്കി കോപ്പയും ഫൈനലിസമയും നേടിയുള്ള അർജന്റീനയുടെ വരവിൽ സൗദിക്ക് മുമ്പിൽ അമ്പെ തകർന്നടിയുമ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയായിരിക്കും ഓരോ ആൽബിസ് സെലസ്റ്റിൻ ആരാധകനും കടന്നു പോയിട്ടുണ്ടാവുക. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ഫൈനൽ വരെയുള്ള ഓരോ മത്സരവും വിജയിച്ച് വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും സ്കലോണിയും സംഘവും ചേർന്ന് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു. തകർന്ന് തരിപ്പണമായ ഒരു ടീമിനെ ഊർജം വെപ്പിച്ച് കോപ്പയും ഫൈനലിസമയും നേടിക്കൊടുത്തെങ്കിൽ ലോകകപ്പ് എന്ന മഹാവേദിയിൽ പിന്നീട് ഒരിക്കൽ പോലും തോറ്റുകൊടുക്കാൻ ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്ന അർജന്റീനക്കാരൻ തയ്യാറായിരുന്നില്ല. മെക്സിക്കോയും പോളണ്ടും ഓസ്ട്രേലിയയും നെതർലാൻഡ്സും ക്രൊയേഷ്യയുമെല്ലാം അർജന്റീനയുടെ ചൂടറിഞ്ഞപ്പോൾ സ്കലോണി മെനഞ്ഞ തന്ത്രങ്ങൾ ആ 36-കാരനിലൂടെ ഖത്തർ മൈതാനങ്ങളിൽ നടപ്പാക്കുകയായിരുന്നു. ടൂർണമെന്റിലുടനീളം ആ മനുഷ്യനോടൊപ്പം ചേർന്ന് പടപോരാടിയ ആൽബിസ് സെലസ്റ്റിൻ താരനിര നടത്തിയ തേരോട്ടം ലോകകപ്പ് എന്ന മഹാസ്വപ്നം തേടി അർജന്റീന ഫൈനൽ പ്രവേശനം നടത്തുമ്പോൾ മനസ്സിൽ ആകെ ഒരു ആശങ്ക മാത്രമാണ്. 2014 ആവർത്തിക്കും വിധം ഇവിടെ ഖത്തറിലും സംഭവിക്കരുതേ എന്ന്, അയാളെ ഇനിയും വേട്ടയാടരുതേ എന്ന്. ഫ്രാൻസാണ് അർജന്റീനയുടെ ഫൈനൽ എതിരാളികളെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കേവലം ഒരു കലാശ പോരാട്ടം മാത്രമായിരിക്കില്ല ലുസൈൽ സാക്ഷിയാവാൻ പോകുന്നതെന്ന് അപ്പയെ ഉറപ്പിച്ചതാണ്. 2018 വേൾഡ് കപ്പിൽ അർജന്റീനയെ തകർത്തെറിഞ്ഞ ക്രൊയേഷ്യയോട് പകരം ചോദിച്ചതുപോലെ ഫ്രാൻസിനോടും കണക്ക് തീർക്കുമെന്നാണ് പ്രതീക്ഷ. നിർണായക മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ഡിമേരിയെ ആദ്യ 11-ലേക്ക് സ്കലോണി കൊണ്ടുവന്നതോടെ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടി. അക്യൂന അവൈലബിൾ ആയിട്ട് കൂടി ടാഗ്ലിയെ ആദ്യ 11-ലേക്ക് കൊണ്ടുവന്നതും എംബാപ്പയെ തടയാൻ ഡീപോളിനും മൊലീനയ്ക്കും കൃത്യമായ ചുമതല നൽകിയതോടെ ഫ്രാൻസ് സമ്മർദ്ദത്തിലായി. സെമി ഫൈനലിൽ നിന്നും വ്യത്യസ്തമായി കൊനാട്ടയ്ക്ക് പകരം ഒബമക്കാനോയെയും ഫോഫാനയ്ക്ക് പകരം റാബിയോട്ടിനെയും ടീമിൽ ഉൾപ്പെടുത്തി 4-2-3-1 ദശാംശം കളി മെനഞ്ഞു. അർജന്റീൻ മുന്നേറ്റ നിരയുടെ ഡ്യൂട്ടി അവർ കൃത്യമായി നിർവഹിച്ചതോടെ ഫ്രാൻസ് ഗോൾ മുഖം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. റൈറ്റ് വിങ്ങിൽ കളിച്ചിരുന്ന ഡിമേരിയെ എന്തു കരുതിയിട്ടാണോ സ്കലോണി ലെഫ്റ്റ് വിങ്ങിലേക്ക് പ്ലേസ് ചെയ്തത്, അത് അയാൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. മെക്കാലിസ്റ്ററും ഡീപോളുമെല്ലാം പോസ്റ്റിനു വെളിയിൽ നിന്ന് മുതിർത്ത ഷോട്ടുകൾക്ക് തടയിട്ട് ഫ്രാൻസ് പ്രതിരോധത്തിൽ വലിയ കോട്ട പണിതു. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ തിയോ ഹെർണാണ്ടസിൽ നിന്നും മിസ്പാസ് മുതലെടുത്ത് അർജന്റീന ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. ഡീപോൾ ഇന്റർസെപ്റ്റ് ചെയ്ത പന്ത് മെസ്സിയിൽ നിന്നും തിരിച്ചു സ്വീകരിച്ച ഡീപോളിന്റെ ഗ്രൗണ്ട് ക്രോസ് ബോൾ ചെന്നെത്തുന്നത് ഡിമേരിയയിലേക്ക്. എന്നാൽ ഡിമേരിയയുടെ അലക്ഷ്യമായ ഷോട്ട് ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക്. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഫ്രാൻസിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഗ്രീസ്മാൻ എടുത്ത പന്ത് ജിറൂദ് പറന്നുവന്ന് ഹെഡ് ചെയ്തെങ്കിലും റഫറി അവിടെ ഫൗൾ വിളിക്കുന്നു. കുറുകിയ പാസ് കൊണ്ടും പന്ത് ഹോൾഡ് ചെയ്തും അർജന്റീന കളിയുടെ മേധാവിത്വം ഏറ്റെടുത്തു. ആദ്യ 20 മിനിറ്റ് കടന്നു പോയപ്പോഴേക്കും അർജന്റീന ഫ്രാൻസിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും ഒരു അർജന്റൈൻ മുന്നേറ്റം. എൻസോയിൽ നിന്നും പന്ത് മെക്കാലിസ്റ്ററിലേക്ക്, ദെൻ ടു അൽവാരസിന് ദീർഘം ചെന്ന പന്ത് ഡിമേരിയയിലേക്ക്. ഡെംബലയെ ഒന്ന് കബളിപ്പിച്ച് ഡിമേരിയ ബോക്സിൽ വെച്ച് ഡെംബലയുടെ കാൽ പ്രയോഗം ആ മുന്നേറ്റം ഒടുവിൽ പെനാൽറ്റിയിലേക്ക്. പെനാൽറ്റി എടുക്കാൻ അർജന്റൈൻ നായകൻ ലിയണൽ മെസ്സി തന്നെ തയ്യാറായി നിൽക്കുന്നു. ഫ്രാൻസിന്റെ കാവൽ ഭടനും അവരുടെ നായകനുമായ ഹ്യൂഗോ ലോറിസിനെ മറികടക്കാൻ ലിയണൽ മെസ്സിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. 21-ാം മിനിറ്റിൽ ഡിമേരിയയിലൂടെ ലഭിച്ച പെനാൽറ്റി അനായാസം വലയിലെത്തിച്ച് ലിയണൽ ആൻഡ്രസ് മെസ്സി അർജന്റീനക്കായി ആദ്യ ലീഡ് ഉയർത്തുന്നു. സമനില ഗോളിനായി ഫ്രാൻസ് നടത്തുന്ന മുന്നേറ്റങ്ങളെ തടഞ്ഞുകൊണ്ട് അർജന്റൈൻ പ്രതിരോധം പാറ പോലെ ഉറച്ചു. മിസ്പാസുകളെ മുതലെടുത്ത് ഇരുവരും ആക്രമണങ്ങളായി സൃഷ്ടിച്ചെടുത്തു. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം മുന്നോട്ട് കുതിച്ചു. മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ ഒബമക്കാന ഉയർത്തിയിട്ട പന്ത് മൊലീന ഫസ്റ്റ് ടച്ചിലൂടെ മെക്കാലിസ്റ്ററിന് നൽകുന്നു.
മേക്കത് മെസ്സിക്ക്. മെസ്സിന് തന്റെ വിങ്ങിലൂടെ ഓടിയെത്തിയ അൽവാരസിലേക്ക്. അൽവാരസ് മുന്നോട്ട് കുതിക്കുന്ന മെക്കാലിസ്റ്ററിലേക്ക് തന്നെ നീട്ടി നൽകുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെ ഫ്രീമാനായി ഓടിയെത്തുന്ന ഡിമേരിയെ കണ്ട മെക്കാലിസ്റ്ററിന്റെ ഫസ്റ്റ് ടൈം പാസ് സുന്ദരമായ ഫിനിഷിങ്ങിലൂടെ എൻഹെൽ ഡിമേരിയ ഒരിക്കൽ കൂടി അവതരിക്കുന്നു. പോസ്റ്റ് വിട്ട് കയറി വന്ന ഫ്രഞ്ച് നായകന്റെ നൈലോൺ വല ഒരിക്കൽ കൂടി അർജന്റീന തകർക്കുന്നു. കോപ്പയിലും ഫൈനലിസിമയിലും എല്ലാം അവതരിച്ച ഡിമേരിയ ഇവിടെ ലോകകപ്പിന്റെ വേദിയിലും അർജന്റീനക്കായി രക്ഷകവേഷം അണിയുന്നു. നിർണായക മത്സരത്തിൽ അയാൾക്കല്ലാതെ മറ്റാർക്കാണ് അത് സാധ്യമാവുക? 2 ഗോൾ ലീഡിൽ അർജന്റീന മത്സരത്തിലെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ പ്രത്യാക്രമണങ്ങൾ ഫ്രാൻസ് കൊണ്ടുവന്നെങ്കിലും കളിയുടെ ഗതി മാറ്റാനൊന്നും അവരാൽ സാധ്യമായില്ല. ആൽബി സെലസ്റ്റിൻ പടയോട്ടത്തിന് സാക്ഷ്യം വഹിച്ച ലുസൈൽ രണ്ടാം പകുതിയിലും അതിന്റെ ആവർത്തനമാണ് കണ്ടത്. മത്സരത്തിന്റെ 49-ാം മിനിറ്റിൽ കുണ്ടയുടെ പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത റൊമേറോയുടെ പന്ത് മെസ്സിയിലൂടെ ചെന്നെത്തുന്നത് ഡിമേരിയയിലേക്ക്. ഡിമേരിയ റൈറ്റ് വിങ്ങിലേക്ക് ഫ്രീമാനായി നിൽക്കുന്ന ഡീപൗളിനെ ലക്ഷ്യമാക്കി ഒരു ക്രോസ് ബോൾ നൽകുന്നു. പന്തിനെ ഫസ്റ്റ് ടൈം ബോളിലൂടെ ലക്ഷ്യം കാണാൻ ശ്രമിച്ചെങ്കിലും ഹ്യൂഗോ ലോറിസിന്റെ കൈപ്പിടിയിൽ മാത്രമായി ഒതുങ്ങുന്നു. ഡിമേരിയ ലെഫ്റ്റ് വിങ്ങിലൂടെ നടത്തുന്ന ഡേഞ്ചർ മൂവുകളും പാസുകളുമെല്ലാം ഫ്രാൻസിന് ഏറെ തലവേദന സൃഷ്ടിച്ചു. ഗോളെന്നുറപ്പിച്ച പല മുന്നേറ്റങ്ങളും പിടിപ്പത് പാടുപെട്ടാണ് ഫ്രാൻസ് പ്രതിരോധം ക്ലിയറൻസ് കൊണ്ടുവരുന്നത്. 64-ാം മിനിറ്റിൽ സ്കലോണി അർജന്റീനയുടെ ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയുണ്ടായി. സാക്ഷാൽ ഡിമേരിയയ്ക്ക് പകരം മാർക്കോസ് അക്യൂനയെ കൊണ്ടുവരുന്നു. ആദ്യ ഗോളിന്റെ കാരണക്കാരനും രണ്ടാം ഗോളും സ്കോറും ചെയ്ത എൻഹെൽ ഡിമേരിയ കളം വിടുന്നു. ഒപ്പം ഫ്രാൻസും സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഓരോന്നോരോന്നായി നടത്തി. ഗ്രീസ്മാനും തിയോ ഹെർണാണ്ടസും ആദ്യ പകുതിയിൽ ജിറൂദും ഡെംബലയുമെല്ലാം കളം വിട്ടപ്പോൾ കമവിംഗയും കൂമാനും കോളോമുവാനിയും തുറാമുമെല്ലാം മൈതാനത്ത് നിറഞ്ഞാടാൻ തുടങ്ങി. പതിയെ ഫ്രാൻസ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ദശാംശിന്റെ കണക്കുകൂട്ടലുകൾ ശരിവെച്ചു തുടങ്ങി. മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ എംബാപ്പയുടെ ടച്ചിൽ മുന്നോട്ട് കുതിച്ച പന്ത് ഓട്ടാമെന്റിയെ ഓടിത്തോൽപ്പിച്ച് കോളോമുവാനി ബോക്സിലേക്ക് കടക്കുന്നു. തുടർന്നുള്ള ഫൗളിൽ ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി റഫറി വിളിക്കുന്നു. പെനാൽറ്റി ഫോർ ഫ്രാൻസ്. കിക്കെടുക്കാൻ എംബാപ്പയെ തന്നെ നിയോഗിക്കുന്നു. പെനാൽറ്റിയിൽ അഗ്രകണ്യനായ എമി മാർട്ടിനസിന്റെ ദിശയിലേക്ക് തന്നെ പന്തടിച്ച് ഫ്രാൻസിനായി ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. ഫ്രാൻസ് 1 അർജന്റീന 2. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ മെസ്സിയിൽ നിന്നും പന്ത് തട്ടിയെടുത്ത കൂമാൻ റാബിയോയിലേക്ക്. റാബിയോ എംബാപ്പക്ക് നൽകിയ പന്ത് തുറാമുമായി 1 ടച്ച് കളിച്ച് ബോക്സിലേക്ക് താഴ്ന്നിറങ്ങുന്ന പന്തിനെ ഒരു തകർപ്പൻ വോളിയിലൂടെ എംബാപ്പെ ഒരിക്കൽ കൂടി രക്ഷകനാകുന്നു. നെയ്ലോൺ വലകൾക്ക് മുമ്പിൽ തലയെടുപ്പോടെ നിന്ന എമി മാർട്ടിനസിന്റെ കരങ്ങളെ സ്പർശിച്ച് വീണ്ടും എംബാപ്പെ സ്കോർ ചെയ്യുന്നു. 80 മിനിറ്റോളം പ്രതിരോധം കാത്ത അർജന്റീന 2 മിനിറ്റ് കൊണ്ട് വഴങ്ങിയത് 2 ഗോളുകൾ. ആ 25-കാരന്റെ പടയോട്ടത്തിൽ ഫ്രാൻസിന്റെ അവിസ്മരണീയ തിരിച്ചുവരവ് ലുസൈൽ സാക്ഷ്യം വഹിച്ചു. ഫ്രാൻസ് മത്സരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുത്ത ഫ്രാൻസിന്റെ തുടർ ആക്രമണങ്ങളാണ് പിന്നീട് കണ്ടത്. അതുവരെ സന്തോഷിച്ചിരുന്ന ആൽബി സെലസ്റ്റിൻ ഗാലറിയിൽ മൗനം പടർന്നു. ഫ്രാൻസിന്റെ ഓരോ മുന്നേറ്റങ്ങളും നെഞ്ചിടിപ്പോടെയാണ് ആ ജനത കണ്ടത്. ശേഷിച്ച സമയം റൊമേറോയും ഓട്ടാമെന്റിയും കരുത്തുറ്റ പ്രതിരോധം തീർത്ത് ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കി. ഇരു ടീമും സ്കോർ ബോർഡിൽ തുല്യത പാലിച്ചതോടെ ലോകകപ്പിന്റെ ഫൈനൽ വിജയം തേടി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. കളിയുടെ താളം വീണ്ടും അർജന്റീന ഏറ്റെടുത്തതോടെ പലപ്പോഴായി ഫ്രാൻസിന്റെ പ്രതിരോധം ആടിയുലഞ്ഞു. മത്സരത്തിന്റെ 105-ാം മിനിറ്റിൽ മെസ്സിയിലൂടെ ഒരു മുന്നേറ്റം അർജന്റീന നടത്തുകയുണ്ടായി. മെക്കാലിസ്റ്ററുമായി 1 ടച്ച് ഫുട്ബോൾ കാഴ്ചവെച്ച് പന്തൊടുവിൽ മാർട്ടിനസിലേക്ക് ചെന്നെത്തുന്നു. അല്പം വൈകിയുള്ള ലൗട്രോ മാർട്ടിനസിന്റെ ഷോട്ടകറ്റാൻ ഒബമക്കാനോ സ്ലൈഡ് ചെയ്തതും റീബൗണ്ട് വന്ന പന്ത് മൊണ്ടിൽ ഷോട്ടാക്കി മാറ്റിയെങ്കിലും അത് വരാന ഹെഡറിലൂടെ ക്ലിയർ ചെയ്തതുമെല്ലാം അർജന്റീൻ ഗാലറിക്ക് ഒരു നിമിഷം പ്രതീക്ഷ വെച്ചു. ലൗട്രോ മാർട്ടിനസിന്റെ കടന്നുവരവോടെ അർജന്റീൻ മുന്നേറ്റത്തിൽ കൂടുതൽ ഉണർവ് രൂപപ്പെട്ടു. കളിയുടെ 108-ാം മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. മോണ്ടിൽ ഉയർത്തി നൽകിയ പന്തിനെ കൃത്യമായി വരുതിയിലാക്കി ലൗട്രോ മെസ്സിക്ക് നൽകുന്നു. ഫസ്റ്റ് ടച്ചിലൂടെ മെസ്സി എൻസോയിലേക്ക്, എൻസോ ലൗട്രോക്ക് തന്നെ. ലൗട്രോ മാർട്ടിനസിന്റെ വലതുകാൽ ഷോട്ട് ലോറിസ് തടഞ്ഞിട്ടെങ്കിലും റീബൗണ്ട് വന്ന പന്തിനെ മെസ്സി അനായാസം വലയിലെത്തിക്കുന്നു. അർജന്റീന ലീഡ് ഉയർത്തുന്നു. കാണികൾ ഇളകി മറിഞ്ഞു. ഇരു കൈകളും വിടർത്തി ഗോളെന്നുറപ്പിച്ച മട്ടിൽ കോർണർ ലൈനിലേക്ക് ഓടുന്ന ആ 36-കാരൻ അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. 116-ാം മിനിറ്റിൽ കൂമാൻ എടുത്ത കോർണർ ബോൾ എംബാപ്പയിലേക്ക്.
എംബാപ്പ തൊടുത്തുവിട്ട ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ പെരഡസും മൊൻഡിലും എത്തിയെങ്കിലും പന്ത് ചെന്നിടിക്കുന്നത് മൊൻഡിലിന്റെ കൈകളിൽ. ദെൻ പെനാൽറ്റി ഫോർ ഫ്രാൻസ്. പെനാൽറ്റി എടുക്കുന്നത് സാക്ഷാൽ എംബാപ്പ തന്നെ. എമി മാർട്ടിനസിനെ കബളിപ്പിച്ച് എതിർദിശയിലേക്ക് പന്തെത്തിച്ച് കെലിയൻ എംബാപ്പെ ഒരിക്കൽ കൂടി ഫ്രാൻസിന്റെ രക്ഷകനാകുന്നു. ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ ആ 25-കാരൻ ഹാട്രിക് പൂർത്തിയാക്കുന്നു. എന്തൊരു മത്സരമാണിത്! ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഫൈനലുകളിലൊന്ന് ലുസൈൽ സാക്ഷിയാവുന്നു. മത്സരത്തിന്റെ അവസാന സമയം. ഇതായിരുന്നു കളിയുടെ അവസാന നിമിഷവും. മധ്യനിരയിൽ നിന്നും ഉയർന്നു വന്ന പന്തിനെ ക്ലിയർ ചെയ്യാൻ ഒട്ടാമൻഡി പരാജിതനായ നിമിഷം. ലക്ഷ്യം കാണാൻ ഓടിയെത്തിയ കൊളമുവാനിയുടെ ഷോട്ട് ഒന്ന് നെഞ്ചിടിപ്പോടെയായിരിക്കും ഓരോ ആരാധകനും കണ്ടിട്ടുണ്ടാവുക. 2014 ഓർമ്മിപ്പിച്ച കാണികൾ ഒന്നടങ്കം തലയിൽ കൈവച്ചു പോയ അത്രയും നേരത്തെ കഷ്ടപ്പാട് വെറുതെയാകുമെന്ന് തോന്നിച്ച നിമിഷം. കണക്കുകൂട്ടലുകളെല്ലാം ഭേദിച്ച് എമിയുടെ നീളം കാലുകൾ അർജന്റീനയുടെ രക്ഷകനായി അവതരിച്ചപ്പോൾ ആൽബിസ് സെലസ്റ്റുകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. തുല്യതയാർന്ന ലോകകപ്പിൻ ആരവത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ അർജന്റീന വീണ്ടും ഉറ്റുനോക്കുന്നത് ആ കരങ്ങളിലേക്കാണ്. പല നിർണായക മത്സരങ്ങളിലും പെനാൾട്ടികൾ തടഞ്ഞിട്ട് ആൽബിസ് സെലസ്റ്റുകളുടെ ഹീറോ ആയവനാണയാൾ. ഇരു ടീമും പെനാൾട്ടി സ്പോട്ടിലേക്ക്. ഫ്രാൻസിന്റെ ആദ്യ കിക്ക് എംബാപ്പ വലയിലെത്തിച്ചപ്പോൾ അർജന്റീനക്കായി ലിയണൽ മെസ്സിയും ലോറിസിനെ മറികടന്നു. രണ്ടാം കിക്കിനായി എത്തിയ കൂമാന്റെ പെനാൾട്ടി തടഞ്ഞിട്ട് എമി മാർട്ടിനസ് ഒരിക്കൽ കൂടി വിസ്മയിപ്പിച്ചു. അർജന്റീനയുടെ രണ്ടാം കിക്ക് അനായാസം വലയിലെത്തിച്ച് ഡിബാല ലീഡ് നേടിക്കൊടുത്തു. ഫ്രാൻസിന്റെ മൂന്നാം പെനാൾട്ടി ചൗമേനി പുറത്തേക്കടിച്ചപ്പോൾ അർജന്റീനയുടെ പെരഡസ് കൃത്യമായി വലയിലെത്തിച്ചു. ദെൻ 3-1. നാലാം കിക്കെടുത്ത കൊളമുവാനി എമിയെ മറികടന്നെങ്കിലും അർജന്റീനയുടെ മൊൻഡിൽ നാലാം പെനാൾട്ടി ലക്ഷ്യം കണ്ടതോടെ ലോകകപ്പിന്റെ മഹാവേദിയിൽ ആൽബിസ് സെലസ്റ്റുകൾ ശോഭിച്ചു നിന്നു. 36 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. അതിരുവിട്ട വിമർശനങ്ങൾ സഹിക്കവയ്യെ ഒരു കാലത്ത് പടിയിറങ്ങാൻ നിർബന്ധിതനായ മെസ്സി ഇന്ന് കനക കിരീടം ചൂടിയിരിക്കുന്നു. കാലവും ചരിത്രവും എത്ര കടന്നുപോയാലും ആൽബിസ് സെലസ്റ്റുകളെ സംബന്ധിച്ച് അവരൊരിക്കലും മറക്കാത്തൊരു ഫൈനൽ പോരാട്ടമാണ് ലുസൈലിൽ അരങ്ങേറിയത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ആ സ്വർണ്ണക്കപ്പിന് മുത്തം നൽകുന്ന മെസ്സിയുടെ ചിത്രവും ലോകകപ്പിന്റെ മറ്റൊരു സുന്ദര കാഴ്ചയായിരുന്നു. കൊണ്ടും കൊടുത്തും ഫ്രാൻസിനോട് പൊരുതി നേടിയ വിജയമാണിത്. ഏൽക്കേണ്ടി വന്ന പരിഹാസങ്ങൾക്ക് ലോകകപ്പുണ്ടെന്ന ഒറ്റ ഉത്തരത്തിലൂടെ വിമർശകരുടെ വായടപ്പിക്കാം. ഇനിയും ദൃഷ്ടാന്തങ്ങൾക്ക് ലോക ഫുട്ബോൾ സാക്ഷ്യം വഹിക്കും. മെസ്സിയല്ലെങ്കിൽ മറ്റൊരുത്തൻ അർജന്റീനയെ മുന്നോട്ട് നയിക്കും. ഇനിയും അനുഭവിക്കാം അർജന്റീനയുടെ വിസ്മയങ്ങൾ.